പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് തല ഡിജി കേരള അവലോകന യോഗം പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി പഞ്ചായത്ത് തലത്തിലും മറ്റും നടത്തേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തുന്നതിനായാണ് പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് തല ഡിജി കേരള അവലോകന യോഗം പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്നത്. യോഗം തവനൂർ MLA KT ജലീൽ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും വില്ലേജ് ഓഫീസിൽ പോകണം, പഞ്ചായത്ത് ഓഫീസിൽ പോകണം എന്നുള്ള അവസ്ഥയാണ്. സത്യത്തിൽ ഡിജിറ്റൽ സാക്ഷരത പൂർണ്ണമാകുന്നതോടെ ആരും ഒരു ഓഫീസിലും ഇനി നേരിട്ട് പോകേണ്ടതായിട്ട് വരില്ല. പണ്ടൊക്കെ എല്ലാ സർക്കാർ ഓഫീസുകളുടെ മുന്നിലും വലിയ ക്യൂ ആയിരുന്നു. KSEB ഓഫീസിൽ പോയാലും വലിയ ക്യൂ. അപ്പൊ എന്താണ്, നമ്മൾ ബില്ലടക്കാൻ നിൽക്കുക. വില്ലേജ് ഓഫീസിൽ പോയാൽ നികുതി അടക്കാൻ ക്യൂ നിൽക്കുന്ന സ്ഥിതി. പഞ്ചായത്ത് ഓഫീസിൽ തദ്ദേശ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നികുതികൾ അടക്കുന്നതിന് ക്യൂ നിൽക്കുന്ന അവസ്ഥ. ഇന്നതെല്ലാം മാറി മാറി വരികയാണ്. ഇപ്പോൾ സർക്കാർ ഓഫീസുകളിൽ അത്തരത്തിലുള്ള ക്യൂകൾ ഇല്ല. KSEB ഓഫീസിലൊക്കെ തന്നെ അങ്ങനത്തെ ഒരു സിസ്റ്റം തന്നെ ഉണ്ടോ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഒന്നുകിൽ വീട്ടുകാർക്ക് അറിയുമെങ്കിൽ അവർ വീട്ടിൽ നിന്ന് ചെയ്യുന്നു, അതല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഏതെങ്കിലും സ്വകാര്യ കമ്പ്യൂട്ടർ സ്ഥാപനങ്ങൾ വഴി ചെയ്യുന്നു. സ്വകാര്യ കമ്പ്യൂട്ടർ സ്ഥാപനങ്ങളെ ഒന്നും ഇനി നമ്മൾ ആശ്രയിക്കേണ്ടതില്ല. പണ്ട് കാലത്ത് ട്രാവൽ ഏജൻസികൾ വളരെ കൂടുതലായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായി. പാസ്പോർട്ട് എടുക്കാനും അതുപോലെ ടിക്കറ്റ്. പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് C രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ CV സുബേദ, MA നജീബ്, CP നസീറ തുടങ്ങിയവർ സംസാരിച്ചു. KK ജാഫർ വിഷയാവതരണം നടത്തി. RGSA കോർഡിനേറ്റർ KP നിഷിത ഡാറ്റ പ്രസന്റേഷനും നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ലിജുമോൻ സ്വാഗതവും ഹൗസിംഗ് എക്സ്റ്റൻഷൻ ഓഫീസർ G സുരേഷ് നന്ദിയും പറഞ്ഞു. NCV ന്യൂസ് എടപ്പാൾ. 12 വർഷത്തെ എക്സ്പീരിയൻസ്, 800-ലധികം വിദ്യാർത്ഥികൾ, ഉയർന്ന നിലവാരമുള്ള പഠന രീതികൾ, എക്സ്പീരിയൻസ്ഡ് ആയ മാനേജ്മെന്റ്, കൂടാതെ 100% ജോലി സാധ്യതയും. സാലിയൻ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, എടപ്പാൾ, തിരൂർ.